ഹലോ, എല്ലാവർക്കും രാകേഷ് ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു മനോഹരമായ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പോൾ എൻ്റെ ഓഫീസാണേ. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിന്നപ്പോഴത്തേക്കും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു സംഭവം അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, വാ നമുക്ക് നോക്കാം. ഇതാണ് സംഭവം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഇതെന്താണ്, വേറെ ഒരു ടിന്നല്ലേന്ന്. അല്ല, ഇദ്ദേഹം ഭയങ്കര ഗംഭീരമായ ഒരാളാണ്. ഇതാണ് യർബ മാത്തെ. മിക്കവരും ഇത് കേട്ടിട്ടുണ്ടാവും, പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം കൂടി തന്നെയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോൾ പ്ലെയർ, നമ്മുടെ സ്വന്തം അഡ്രിയാൻ ലൂണ ഉപയോഗിച്ചപ്പോഴാണ് ഞാൻ ഈ സാധനം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതെന്താണ് സംഭവം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. അങ്ങനെ ഇരിക്കെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഉറുഗ്വേ വരെ പോവുകയുണ്ടായി, ജോലി ആവശ്യമായിട്ട്. ഉറുഗ്വേയിൽ, അർജൻറ്റീന, അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ഈ സാധനം ഞാൻ കണ്ടതും അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതും ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഇതാണ് യർബ മാത്തെ ടീ. അതായത് നമ്മളെ സാധാരണ ടീ പോലെ തന്നെയാണ്. ഇതാണ് യർബ മാത്തെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് സാധാരണ ഒരു ടീ അല്ല. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കും ഇത് ഉണങ്ങിയ ഇല പൊടിച്ച്. പക്ഷേ ഇത് സംഭവം ഗംഭീര സംഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണിത്. ഫിറ്റ്നസ് സംബന്ധമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഫിറ്റ്നസ് സോഴ്സാണ്. കാരണം ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യാനും ഒപ്പം നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതെന്താണ് വെറുതെ ഒരു ചായ ഞാൻ എന്തിനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയല്ല. ഈ ചായ ഇത് ഉണ്ടാക്കുന്ന രീതിയും ലാറ്റിൻ അമേരിക്കക്കാർക്ക് ഒരു പ്രത്യേക രീതി. ഇത് ശരിക്കും ഇതിൻ്റെ ഉത്ഭവം ലാറ്റിൻ അമേരിക്കയിലാണ്. ഉറുഗ്വേ അല്ലെങ്കിൽ ബ്രസീൽ അല്ലെങ്കിൽ അർജൻറ്റീന, അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് നമുക്ക് റോഡ് സൈഡിൽ തന്നെ ആൾക്കാർ കാണാം ഇതും കുടിച്ചുകൊണ്ട് നടക്കണം. പക്ഷേ ഇത് കുടിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്, ഇത് ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും. അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ സാധനം. ഞാനിപ്പോൾ ഇത് കൂടുതലും ഞാൻ അവിടെ നിന്ന് മേടിച്ചത് കൊണ്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം ഒരുപാട് ഇരിപ്പുണ്ട്. ഇത് മാത്രമല്ല, ഞാനിത് സ്ഥിരമായി കഴിച്ചപ്പോഴത്തേക്കും എനിക്കിതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഈ ടീ ഉണ്ടാക്കുന്നതും ഇത് കുടിക്കുന്നതും ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കലാഭാഷ എന്നാണ് അർജൻറ്റീനയിൽ അല്ലെങ്കിൽ ഉറുഗ്വേയിലൊക്കെ പറയണത്. കലാഭാഷ എന്ന് പറയുന്ന അതായത് ശരിക്കും പറഞ്ഞൊരു പംകിൻ്റെ വേറൊരു വേർഷനാണിത്, നമ്മുടെ മത്തങ്ങയുടെയൊക്കെ. ആ കായുടെ തൊണ്ടാണിത്. ആ തൊണ്ട് വെച്ചുണ്ടാക്കിയ ഒരു ചെറിയൊരു കപ്പാണിത്. ഇതിന് ഗൂഡെന്ന് പറയും. യർബ മാത്തെ ഗൂഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ കപ്പ് ഒരു തരം മരം പോലെ ഇരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരുപാട് ഉപയോഗിച്ചത് കൊണ്ടാണ് അതിൻ്റെ കളർ വേരിയേഷൻ ആയിട്ടിരിക്കുന്നത്. കായുടെ തൊണ്ടിൻ്റെ പുറമെ ഇത് ലെതർ കോട്ട് ചെയ്തിരിക്കുക ഭംഗിക്ക് വേണ്ടിയിട്ട്. അവരതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിമും കൂടി മേളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. അതിനാണ് ഈ സ്ട്രോ. പ്രത്യേകതരം സ്ട്രോയാണ്. ഇത് ചെറിയ സ്ട്രോ അല്ല. ഇത് കാണുമ്പോൾ അറിയാം. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. ഇത് ഞാൻ ഉറുഗ്വേ എന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഉറുഗ്വേ. കണ്ട, ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അഡ്രിയാൻ ലൂണ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി സ്റ്റേഡിയത്തിലേക്കൊക്കെ പോകുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഈ സാധനം കാണും. ഇതേപോലെ ഒരു സാധനം കയ്യിലുണ്ടാവും. പുള്ളി എപ്പോഴും ഇതും കൊണ്ടേ നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ ലയണൽ മെസ്സി, അതേപോലെ സുവാരസ്, അങ്ങനെയുള്ള മിക്ക പ്ലെയേഴ്സും ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകമായ ഒരു ഭംഗി. അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് സാധനം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വച്ചിട്ട് നമുക്കിത് കറക്റ്റായിട്ട് ഇടാം. ഏകദേശം ഒരു 3/4 ഇടുന്നതായിരിക്കും നല്ല ഭംഗി. കറച്ച് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു തരം സ്മെല്ല് നമുക്ക് കിട്ടും, ഈ തേയിലയുടെ സ്മെല്ല്. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് നമുക്ക് കിട്ടുന്ന തേയിലയുടെ സ്മെല്ലല്ല. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണക്കിയെടുത്തിരിക്കുന്നത്. അത് കാരണം നമുക്കത് മനസ്സിലാവും. ഇത് ഉണ്ടാക്കുന്ന വേറൊരു ഭംഗി, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അവർ തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ ഉറുഗ്വേ പോയപ്പോൾ അവരാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ കൈ എടുത്തിട്ട് ഇത് കവർ ചെയ്യും, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഈ സാധനം ഒന്ന് ഇളക്കും കംപ്ലീറ്റായിട്ട്. എന്നിട്ട് ഇത് ചരിച്ച് കുറച്ച് ഭാഗം ഇത് കണ്ടോ, ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇത്രയും പിടിച്ചിട്ട് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഇടും. എന്നിട്ട് ഈ സാധനത്തിൻ്റെ ഇതിങ്ങനെ സൈഡിലിങ്ങനെ വയ്ക്കും. എന്നിട്ട്
ചൂടുവെള്ളം നമ്മൾ ഒഴിക്കും. ഒരുപാട് ചൂടാകാൻ പാടില്ല വെള്ളം, ഏകദേശം ഒരു 70-80 ഫാരൻഹീറ്റ് അത് മതി. എന്നിട്ട് ഇവിടെയാണ് ഈ സ്ട്രോയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ സ്ട്രോ കൊണ്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇവനെ ഇങ്ങനെ നനച്ച് എല്ലാ ഭാഗവും ഒരു ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കുറച്ചുകൂടി ഒന്ന് ലെവൽ ചെയ്ത് എന്നിട്ട് ഈ സ്ട്രോ അടിയിലേക്ക് നമ്മൾ പുഷ് ചെയ്യും. ഇത് കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പ് വരും. ഇനി ഈ ഗ്യാപ്പിലേക്കാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ടിത് ഈ സ്ട്രോ കൊണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ സാധാരണ തേയില ഇട്ട് സാധാരണ ഗ്രീൻ ടീ കുടിക്കുന്ന അതേ ടേസ്റ്റ് ഒന്നുമല്ല. ഇത് കംപ്ലീറ്റ് ഒരു വേറൊരു ടേസ്റ്റാണിത്. ഭയങ്കര ചവർപ്പുമാണ്, പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അത്ലറ്റോ ഓടാനോ ചാടാനോ അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഐറ്റമാണ് യർബമാത്തെ. യർബമാത്തെ ടീ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഡ്രിങ്കാണിത്. അപ്പോൾ ഇതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്ന സംഭവം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മളത് കുടിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കുമോ ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ യെസ്, ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വലിയൊരു ഐറ്റം തന്നെയാണ് യർബമാത്തെ ടീ. ലാറ്റിൻ അമേരിക്കക്കാരുടെ നിത്യജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ് ഇത്. അവരുടെ കയ്യിൽ എപ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രി വിസിറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിൽ പോയവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർ സ്ട്രീറ്റിൽ ഈ ഒരു സാധനവും ഇതേപോലെ ഒരു ജഗ്ഗും കയ്യിൽ എവിടെയും ഉണ്ടാവും. അവരിങ്ങനെ നടന്നിങ്ങനെ കുടിച്ച് ഇങ്ങനെ സംസാരിക്കണം. കാരണം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അത്ര ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാകേഷ് ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നവരേക്കും ബൈ.